പുലിയാവേശത്തിലാണ് പൂർണ്ണമായി തൃശൂർ നഗരം നമുക്ക് കാണാൻ സാധിക്കും. അത്രമേൽ വർണ്ണവിസ്മയ കാഴ്ചകൾക്കാണ് ഈ നഗരം സാക്ഷിയാവുന്നത്. താളമേളത്തിന്റെ അകമ്പടിയോടുകൂടി മുമ്പ് കുലുക്കി അരമണി കുലുക്കി നൃത്തം വയ്ക്കുന്ന പുലികളെ കാണാം. ഇത് കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നത് കാടുവിട്ട കുറെ പുലികൾ നാട്ടിലിറങ്ങി അവർ എന്തൊക്കെയോ കാണിക്കുന്നുവെന്ന് തോന്നിപ്പോകും. അത്രമാത്രം ഭംഗിയോടുകൂടി ഒരു വലിയ ദൃശ്യവിരുന്ന് കേരളത്തിന്റെ തൃശൂർ, കേരളത്തിന്റെ തിലകക്കുറിയായ തൃശൂർ ഇതാ നാടിന് സമർപ്പിക്കുന്ന എല്ലാ വർഷവും അത്രമാത്രം വർണ്ണവിസ്മയ കാഴ്ചയാകുന്ന ഒരു ദൃശ്യവിരുന്നാണ് ഇപ്പോഴിവിടെ അരങ്ങേറുന്നത്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ഇത് വലിയ ദൃശ്യവിരുന്നാണ് കേരളത്തിന്. ആ ദൃശ്യവിരുന്നിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അത്രമേൽ വർണ്ണാഭമായ കാഴ്ച, അത്രമേൽ സുന്ദരമായ കാഴ്ച. ഈ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി ചെണ്ടമേളത്തിന്റെ താളമേൽ നൃത്തം വയ്ക്കുന്ന കുറെ പുലികളെ കാണാം. ഒരു വലിയ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന 51 പുലികളാണ്. അയ്യന്തോളം എന്നുള്ള വലിയ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പുലികളെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ പുലികൾക്ക് കാവലാളായി ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. ഒരു കുഞ്ഞു കുട്ടിപ്പുലിയുണ്ട്. എന്താ പേര്? ഈ പുലി കടിക്കോ? ഈ പുലി കടിക്കോ? ഇതിൽ ഏത് പുലിനെ ഇഷ്ടായേ? എല്ലാ പുലിനെ ഇഷ്ടാണോ? ഇഷ്ടാണോ? ആ, ഓക്കെ. എല്ലാ പുലിനും ഇഷ്ടമാണ്. അത്ര ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യന്തോൾ ദേശത്തിന്റെ പുലിക്കളിയാണ്. നമുക്ക് നേരത്തെ ഒരു വലിയ കറുത്ത നമുക്ക് കാണാം ഒരു കരിമ്പുലിയുണ്ട്. ആ കരിമ്പുലിയുടെ ഒക്കെ നൃത്തം അയ്യോ എന്ത് രസമാണ്. കൂട്ടത്തിലൊരു സിംഹവുമുണ്ട്. കാടാകുമ്പോൾ അവിടെ പുലി മാത്രമല്ലല്ലോ സിംഹവുമുണ്ട് എന്ന് പറഞ്ഞ് ഒരു സിംഹത്തിനെയും നമുക്ക് ഈ കൂട്ടത്തിൽ കാണാം. അങ്ങനെ പുലികൾ മാത്രം വസിച്ചാൽ പോരാ, ഇവിടെ ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിംഹച്ചേട്ടനുമുണ്ട് കൂടെ. ഇവരുടെയൊക്കെ ആ താളത്തിനൊത്ത് അവർ വെക്കുന്ന ചുവട് അത് തന്നെയാണ് ഈ പുലിക്കളിയുടെ ഭംഗി. അക്കാര്യത്തിൽ സംശയമില്ല. ഓരോ താളത്തിനും അനുസരിച്ച് ഓരോ ചുവടാണ്. അത് ഇന്നലെ നമ്മളോട് ഈ ചേട്ടന്മാർ പറഞ്ഞിരുന്നു. അത് പ്രത്യേകതരം, അത് പുലിക്കളിക്ക് മാത്രമുള്ള തൃശ്ശൂരുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രത്യേകതരം ചുവടാണ്, പ്രത്യേകതരം സ്റ്റെപ്പാണ്. അതിനൊത്ത് അതിന്റെ ഭംഗിയിൽ അവരിങ്ങനെ നടന്നു പോകുന്നത് കാണാൻ വല്ലാത്തൊരു ചേലാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കാണണമെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. തൃശ്ശൂർ വന്നാൽ മാത്രമേ ഇത്ര
മനോഹരമായ ഈ കാഴ്ച കാണാൻ സാധിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല. താളത്തിന്റെ താളം അകമ്പടി പോവുകയാണ് ഇവിടുത്തെ പുലികൾക്ക്. താളത്തിന്റെ അകമ്പടിയോടുകൂടി 51 പുലികൾ ഇതാ തൃശൂർ നഗരത്തെ ചുറ്റുകയാണ്. ഈ കാഴ്ച ഇതെല്ലാം കൂടി ഇനി തൃശൂർ ഗ്രൗണ്ടിലോട്ട് എത്തും, സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രമേൽ വലിയ കാഴ്ചയ്ക്കായിരിക്കും ഈ നാട് സാക്ഷ്യം വഹിക്കാൻ പോവുക. അത്ര മനോഹരമായ കാഴ്ചയ്ക്കാണ് ഈ നാട് സാക്ഷ്യം വഹിക്കാൻ പോവുക എന്ന കാര്യത്തിൽ സംശയമില്ല. വിവിധ സസ്പെൻസുകൾ ഒളിച്ച ടാബ്ലോകളാണ് ഇനി ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ളത്. അക്കാര്യത്തിലും സംശയമില്ല. നമ്മളിപ്പോൾ അയ്യന്തോൾ ദേശത്തിന്റെ ടാബ്ലോ കണ്ടു. ഇത് ടൈഗർ ഫിഷ് ആണ്. പുലിയുള്ള മീൻ പുലിയെ വിഴുങ്ങുന്നത് പോലെയുള്ള അത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായ ടാബ്ലോ ആണ് നമ്മൾ കാണുന്നത്. കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ചേട്ടാ എവിടുന്നാ വരുന്നേ? നമ്മള് പയ്യന്നൂരിന്ന്. കണ്ണൂരിന്ന് വരുന്നത്? പിന്നെ അല്ലാണ്ട് അടിപൊളി പൂരം. നമ്മള് പുലിക്കളിപ്പൂരം അതെ എല്ലാ വർഷം വരാറുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാവരും നമ്മളെ ഫ്രണ്ട്സ് വീട്ടിൽ പറയാതെ വന്നാന്ന് തോന്നുന്നു. അതാണ് ക്യാമറയ്ക്ക് മുന്നിൽ നോക്കാത്തത്. ഭാര്യ അടിക്കോ തിരിഞ്ഞാ? ഓക്കെ, എല്ലാ വർഷം വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. നമ്മളെ തൃശ്ശൂര് മാത്രമുള്ള പരിപാടി. ഇങ്ങോട്ട് വരണം. അടിപൊളി പരിപാടിയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, സെറ്റാണ്. ഈ അയ്യന്തോളുകാരുടെ കൂടെയാണോ? എൻജോയ് എല്ലാവരുടെയും കൂടെയാണോ? അതെ. അപ്പം ഓരോ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ട ചേട്ടൻ കണ്ണൂരിൽ നിന്ന് വന്ന ആളാണ്. അത്തരത്തിൽ ഓരോ ജില്ലകളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളടക്കം, കുട്ടികളടക്കം, ചെറിയ കുഞ്ഞു കുട്ടികളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഈ കാഴ്ച കാണണമെങ്കിൽ മറ്റെവിടെ പോവാനാണ്? അത് നമ്മുടെ തൃശ്ശൂർ അല്ലാതെ വേറെ എവിടെ വന്നാലാണ് ഈ കാഴ്ച കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാവരും നേരെ ഇങ്ങോട്ട് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പുലിക്കളിയുടെ താളം കേൾക്കാൻ, പുലികളുടെ പ്രത്യേക ചുവട് കാണാൻ, അത് ഇവിടെ വരാതെ മറ്റെവിടെ വരാനാണ്? അത്രമാത്രം ഭംഗിയുള്ള ഒരു കാഴ്ച.